അപ്പൊ വെൽക്കം ബാക്ക് ഗായ്സ് ടു ഫിലിമി രസം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂലി റിലീസ് ആയ ധീരൻ എന്ന സിനിമയുടെ റിവ്യൂ ആണ്. അപ്പൊ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട റിവ്യൂലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ പടം ഡയറക്ട് ചെയ്തിരിക്കുന്ന ദേവദത്ത് ഷാജിയാണ്. അപ്പോ നമ്മുടെ ഡയറക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ പടം ഒരു ആവറേജ് ഉള്ളൂ എന്ന് തന്നെ പറയണം. കൂടാതെ നമ്മുടെ ക്യാമറ വർക്ക് ആൻഡ് സിനിമാറ്റോഗ്രഫി ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു ബഡ്ജറ്റിന്റെ ലിമിറ്റേഷൻ കൊണ്ടായിരിക്കും ഒരുപക്ഷെ ചില കാര്യങ്ങളിൽ അവര് ലാഭിച്ചിട്ടുള്ള പോലെ തന്നെ നമുക്ക് തോന്നും. അപ്പൊ നമ്മുടെ കാസ്റ്റിംഗിലേക്ക് വരികയാണെങ്കിൽ മെയിൻ ആയിട്ട് സ്റ്റാർ കാസ്റ്റ് ചെയ്തേക്കുന്ന രാജേഷ് മാധവനാണ്. കൂടാതെ അതിനകത്ത് മനോജ് കേജൻ ഉണ്ട്, സുധീഷ് ഉണ്ട്, ജഗദീഷ് ഉണ്ട്, അശോകൻ ഉണ്ട്. ഇതിനകത്ത് ആക്ട്രസ് ലീഡ് ചെയ്തിരിക്കുന്നത് അശ്വതിയാണ്. അപ്പോൾ ഈ ആക്ടേഴ്സ് എല്ലാം ആക്ച്വലി നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല, എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് തോന്നിയത് രാജേഷ് മാധവൻ ആ ഒരു റോള് ആബ്സല്യൂട്ട്ലി സൂട്ടബിൾ ആണോ അല്ലയോ എന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ ഇടേണ്ടി വരും. കാരണം അത്രയും പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ബാക്കി ആൾക്കാർ എസ്പെഷ്യലി മനോജ് കേജന്റെ ഒക്കെ ക്യാരക്ടർ വളരെ രസമായിരുന്നു. ഇതിനകത്ത് അശോകന്റെ ക്യാരക്ടർ വളരെ രസമായിരുന്നു. ജഗദീഷ് ആയിക്കോട്ടെ ഒരു സീരിയസ് റോളാണ് ചെയ്യുന്നത്. ജഗദീഷ് ഒരു ഇമ്പോർട്ടന്റ് റോളാണ്, സീരിയസ് റോളാണെന്ന് മാത്രമല്ല ഇച്ചിരി കൂടി കൺസർവേറ്റീവ് ആയിട്ട് റോളാണ് ഈ പടത്തിൽ വന്നിരിക്കുന്നത്. നല്ലോണം തന്നെ ജഗദീഷ് ചെയ്തിട്ടുണ്ട്. ഇനി പടത്തിന്റെ സ്റ്റോറി ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു സ്റ്റോറി പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫ് തൊട്ട് ഒരു ചെറിയ ലാഗും വരുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ വിചാരിക്കാത്തുള്ള സ്ഥലത്തോട്ടാണ് പിന്നെ സ്റ്റോറി ലൈൻ പോകുന്നത്. പിന്നെ അതിന്റെ എൻഡിങ് ആണെങ്കിലും നമുക്ക് അത്ര സുഖകരമായ ഒരു എൻഡിങ് അല്ല അവർ സിനിമയിൽ വെച്ചിരിക്കുന്നത്. ഒരു എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള രീതിയിൽ ഒരു എൻഡിങ് ആണ് അവർ ആ പടത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സിനിമയെ കുറിച്ച് മൊത്തത്തിൽ അനലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഇതൊരു ആവറേജ് പടമാണ്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിൽ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിന് അത്ര ഇൻട്രസ്റ്റിംഗ് ആയില്ല. അതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. കൂടാതെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ ലാഗ് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഈ സിനിമയിൽ ആകെ കൊടുക്കാൻ പറ്റുന്ന റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു 6.8 ഔട്ട് ഓഫ് 10 ആണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ള ഗൈസ് നമ്മുടെ ധീരൻ എന്ന സിനിമയെ കുറിച്ചുള്ള ഫിലിമി രസത്തിന്റെ റിവ്യൂസ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ പടം കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ദാറ്റ്സ് ഓൾ ഫ്രം ഫിലിമി രസം.